ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ട്രാവൽ ലവേഴ്സ് ബൈ മുന്ന. ഇന്ന് നമ്മളൊരു ചോക്ലേറ്റ് പുഡിംഗ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും സിമ്പിളായിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് ആവശ്യം ഒരു 1/2 ലിറ്റർ പാല്, പിന്നെ ഒരു 1/3 കപ്പിൽ കോൺഫ്ലവർ, 1 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു 1/4 കപ്പിൽ കൊക്കോ പൗഡറും ഒരു കഷ്ണം ചോക്ലേറ്റും. ഇനി നമുക്ക് പാല് ചൂടാക്കിയെടുക്കണം. അപ്പോൾ അതിനൊരു പാത്രം വെച്ചിട്ട് നമ്മൾ പാലൊഴിച്ചിട്ട് പാലൊന്ന് ചൂടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ പാലൊഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇനി പഞ്ചസാര ആഡ് ചെയ്യുക. അപ്പോൾ പഞ്ചസാര നല്ലപോലെ അലിഞ്ഞ് വരും. ഫസ്റ്റിൽ തന്നെ ആഡ് ചെയ്തിട്ടാക്കുമ്പോൾ അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യുക. പഞ്ചസാര ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് അലിയണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്നൊരു മീഡിയം ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിൽ നിന്ന് കുറച്ച് പാലെടുക്കണം. നമുക്ക് വേറെ വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ട് കോൺഫ്ലവർ നമ്മൾ കലക്കണില്ല. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ലൈറ്റ് ചൂടായിട്ടൊന്നും വരില്ല. അപ്പോൾ നമ്മൾ അതിന് കുറച്ച് പാലെടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിലേക്ക് ഈ പാലൊഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് കട്ടിയാവില്ല, കാരണം അധികം ചൂടായിട്ടില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടിയാവില്ല. നല്ലപോലെ ഈ മിക്സൊക്കെ നമ്മളതിൽ കട്ട ഇല്ലാണ്ട് തന്നെ അത് മിക്സായി കിട്ടും. എന്നിട്ട് ഈ ഒരു മിക്സ് നമ്മളിനി പാലിലേക്ക് ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു മിക്സ് നമ്മൾ പാലിലേക്ക് ഒഴിച്ചിട്ട് കട്ട പിടിക്കാതെ നല്ല പോലെ കുറുക്കിയെടുക്കുക. അപ്പോൾ ഏകദേശം പാല് ചൂടായിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് കുറുകി വരും. ഇനി അപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കൊക്കോ പൗഡർ അതിലേക്ക് ആഡ് ചെയ്യണം. കൊക്കോ പൗഡറും ഇതേപോലെ തന്നെ കട്ട പിടിക്കാതെ തരിതരിയൊന്നും ഇല്ലാതെ ആവാൻ നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൊക്കോ പൗഡർ മിക്സായിട്ട് വരുന്ന ടൈമിൽ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ കഷ്ണം ഉണ്ടല്ലോ, അത് ഇഷ്ടമുള്ള അളവിൽ നമുക്ക് ഇടാം. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റിൻ്റെ, അത് ഓപ്ഷണലാണ്. നമുക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഇടണമെന്നില്ല, എന്നാൽ ഇട്ടാൽ അതിലും നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ ആ ഒരു കട്ട അലിയണ വരെയും നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ആ ഒരു ഇട്ട പഞ്ചസാരയുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഈ ഒരു കട്ട അലിയണ വരെ ഇളക്കി കൊടുക്കുക. അതേപോലെ കോൺഫ്ലവർ ഒന്ന് വെന്ത് കിട്ടും വേണമല്ലോ, അപ്പോൾ ഒന്ന് അടിയിൽ പിടിക്കാതെ കട്ട പിടിക്കാതെയും നല്ലപോലെ ഈ ഒരു മിക്സ് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇത് വേവിക്കാൻ വെക്കണം കേട്ടോ. കാരണം നമ്മൾ ചോക്ലേറ്റൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ടും അതേപോലെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പിടിക്കാനും അടിയിലൊക്കെ പിടിക്കാനും നമുക്ക് സാധ്യതയുണ്ട്. കാരണം ചോക്ലേറ്റ് പൗഡറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്കിത് ബേണായി പോവും. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ വേവിക്കാൻ വെക്കാൻ. അപ്പോൾ ഇതാ ഏകദേശം നല്ല സെറ്റായിട്ടുണ്ട്. കട്ടൊന്നും പിടിച്ചിട്ടുമില്ല, നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിഞ്ഞിത് എന്ത് പാത്രത്തിലേക്കാണോ നമ്മൾ സെർവ് ചെയ്യണേ ആ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് എടുത്ത് വെക്കാം. ലൈറ്റ് ചൂട് ആറിയതിന് ശേഷമേ ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. ഫുൾ ചൂട് നമുക്ക് ആറും വേണ്ട. അപ്പോൾ പിന്നെ കട്ട പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് പാത്രത്തിലേക്ക് ഇടുമ്പോൾ ഒരു കട്ട പോലെ ആവും. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ഞാനിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ആണ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടുള്ളത്. അതേപോലെ വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് കൊക്കോ പൗഡർ ഒന്ന് തട്ടിക്കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാം. അതേപോലെ ഐസ്ക്രീം നമുക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് തണുത്ത് വരുമ്പോൾ ഐസ്ക്രീം ആഡ് ചെയ്തിട്ടും ഈ ഒരു പുഡിങ്ങിൻ്റെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഒരു 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നമുക്കിതൊന്ന് സെറ്റാക്കാൻ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം സെറ്റായി വരും. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.